ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പഴയകാല നായകൻ രാഘവൻ ചേട്ടനെക്കുറിച്ച്. രാഘവൻ ചേട്ടന് ഇന്നിപ്പോൾ പഴയ നായകന്മാരിൽ ജീവിച്ചിരിക്കുന്ന ചുരുക്കം 2-3 നടന്മാരിൽ ഒരാളാണ് രാഘവൻ ചേട്ടൻ. രാഘവൻ ചേട്ടന് വലിയ വയസ്സൊന്നുമില്ല, മമ്മൂട്ടിൻ്റെ വയസ്സേ ഉള്ളൂ രാഘവൻ ചേട്ടൻ. പക്ഷേ രാഘവൻ ചേട്ടൻ അങ്ങനെ നരച്ച മീശ, നരച്ച തലയായിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് കുറേ പ്രായം തോന്നുന്നത്. അദ്ദേഹത്തിന് ഇന്നത്തെ കാലത്തും ചാൻസ് കിട്ടണമെങ്കിൽ അദ്ദേഹം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മീശ ഡൈ ചെയ്യുക, മുടി ഡൈ ചെയ്യുക, താടി എടുത്തിട്ട് ക്ലീൻ ഷേവ് ആക്കുക. അപ്പോൾ അദ്ദേഹത്തിന് തേടിയിട്ട് കഥാപാത്രങ്ങൾ വരും. ഇതിപ്പോൾ ചില സിനിമകളിൽ ഏതെങ്കിലും ഒരു കടത്തിണ്ണയിൽ ഒരു പിച്ചക്കാരനെ പോലെ ഒരാൾ ഇരിക്കുന്നുണ്ടാവും. സൂക്ഷിച്ച് നോക്കിയാൽ ഇത് നമ്മൾ രാഘവൻ ചേട്ടനാണെന്നല്ല എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെയുള്ള റോളാണ് ഇപ്പോൾ രാഘവൻ ചേട്ടനെ കൊടുക്കുന്നത് സിനിമയിൽ. ഏതെങ്കിലും ഭിക്ഷക്കാരൻ്റെ റോള് പോലത്തത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറഞ്ഞ ഒരു കടത്തണ്ണയിൽ ഒരു സാമീനെ പോലത്തെ ഒരാൾ ഇരുന്നിട്ടുണ്ടാവും. അത് നോക്കുമ്പോൾ രാഘവൻ ചേട്ടൻ. അതിൻ്റെ ആവശ്യമില്ല. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ, രാഘവൻ ചേട്ടന് നന്നായിട്ട് നല്ല ക്ലീൻ ഷേപ്പെല്ലാം ചെയ്ത് ഡൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നും അവസരം കിട്ടും. ഒരു കാലത്ത് നല്ല പേരുള്ള നടനാണ് രാഘവൻ ചേട്ടൻ. വിൻസെൻ്റ്, സുധീർ, രാഘവൻ 3 പേർക്കും തുല്യ പ്രശസ്തിയായിരുന്നു അന്നത്തെ കാലത്ത്. പിന്നീട് രാഘവൻ ചേട്ടൻ ഏകദേശം ഒരു 82 പേരെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. നായകനായിട്ട് 80 പേരെ നായകനായിട്ടെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. 79 സരസ്വതി യാമത്തിലെല്ലാം 77-78 ഇറങ്ങിയ പടം. അതിൽ രാഘവൻ ചേട്ടൻ നായകനാണ്. നിന്നെ പുണരാൻ മീട്ടിയ കൈകളിൽ വേദനയോ എന്നുള്ള പാട്ടെല്ലാം രാഘവൻ ചേട്ടൻ്റെ ആ പടത്തിലുള്ളത്. പിന്നെ തുടക്കം മുതൽ രാഘവൻ ചേട്ടന് നല്ലൊരു നായക നടനാകാൻ പറ്റും. ഇതുപോലെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഒരു ആക്ഷൻ ഹീറോ എല്ലാം പറ്റുമായിരുന്നു അന്നത്തെ കാലത്ത്. ബലപരീക്ഷണം, ശുക്രദശ എന്നെല്ലാം പറഞ്ഞ നല്ല ആക്ഷൻ ഫിലിമുണ്ട് രാഘവൻ ചേട്ടന്. പിന്നീട് രാഘവൻ ചേട്ടനെ പറ്റി ശോകനായകനിലേക്ക് മാറി. രാഘവൻ ചേട്ടൻ അന്നത്തെ കാലത്ത് കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ കാലത്ത് നടന്മാരെല്ലാം ശ്രദ്ധിക്കുന്ന പോലെ മമ്മൂട്ടി, മോഹൻലാലെല്ലാം ശ്രദ്ധിക്കുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലം നായക നടനായിട്ട് തന്നെ പിടിച്ചേക്കാൻ പറ്റുമായിരുന്നു.